പ്രിയ സഹോദരങ്ങളെ, മുതലകൾ നിറഞ്ഞ ഒരു തടാകത്തിൽ കുറേ പേർ ബോട്ട് യാത്ര ചെയ്യുന്നു. അബദ്ധത്തിൽ ഒരാൾ കൈ വെള്ളത്തിൽ മുക്കുന്നു. പെട്ടെന്ന് തടാകത്തിൽ നിന്ന് ഒരു മുതല കയ്യിൽ പിടിച്ച് കടിച്ചു വലിക്കുന്നു. എത്ര ശ്രമിച്ചിട്ടും അയാൾക്ക് ആ കൈ വിടുവിക്കാൻ സാധിക്കുന്നില്ല. ആ ആളെ കൂടി തടാകത്തിലേക്ക് വലിച്ചിടും എന്ന് ഭയപ്പെടുന്നു. അപ്പോൾ കൂട്ടത്തിലുണ്ടായിരുന്ന മറ്റൊരാൾ ധൈര്യപൂർവ്വം ഒരു വെട്ടുകത്തി എടുത്ത് മുതല കടിച്ചു വലിക്കുന്ന ആ കൈ വെട്ടിക്കളയുന്നു. അങ്ങനെ ആ വ്യക്തിയുടെ ജീവനെ രക്ഷിക്കുന്നു. ഇതാണ് ഒരാൾ ലഹരിക്ക് അടിമപ്പെട്ടാൽ സംഭവിക്കുക. ലഹരിയാകുന്ന മുതല ഒരാളെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ വിടുവിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അതിൽ വീഴാതിരിക്കാനാണ് നാം ശ്രദ്ധിക്കേണ്ടത്. ഇന്നത്തെ യുവജനങ്ങൾ മുതൽ മുതിർന്നവർ വരെ ഈ മുതലയുടെ കരാളഹസ്തത്തിൽ അകപ്പെട്ട് പിടയുകയാണ്. രക്ഷപ്പെടണമെന്ന് ആഗ്രഹിച്ചാൽ പോലും അവർക്ക് അതിന് സാധിക്കുന്നില്ല. സാധിക്കണമെങ്കിൽ ആ വെട്ടിമാറ്റുന്ന വേദന സഹിക്കേണ്ടി വരികയാണ്. അതിനാൽ ഒരു തലമുറയെ രക്ഷിക്കാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതുണ്ട്. അതിനുള്ള ഒരു ചെറിയ ശ്രമമാണ് നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത്. നമ്മൾ രണ്ടുപേരും ചെറുപ്പം മുതല് കുടിച്ചും കളിച്ചും വഴക്കൊക്കെ കൂടി നടന്നിട്ടുള്ളവരല്ലടാ നമ്മൾ എന്നും കുടിക്കുമല്ലേ? എന്തിനാ ഇത് പരിക്കാങ്ങളെ? എന്താണ്ട് പറ്റിയേ? ഒന്നും പറ്റിയില്ലല്ലോ. ഈ മനുഷ്യൻ ഈ കുടുംബം കുടിച്ച് കുളം തോണ്ടുള്ളൂ. അങ്ങോട്ട് പോണേ. എടാ, ഞാൻ നമ്മുടെ ചുടങ്ങമ്പേരി മടമില്ലേ, അത് ആലുവല്ലേട്ടാ. അതല്ല, ഓഴിപ്പള്ളിയിൽ ഒരു ചുടങ്ങമ്പേരി മടമുണ്ട്. നല്ല സിസ്റ്റർമാരിരിക്കുന്ന മടമുണ്ട്. റോസാരിയോ അറിയോ? കേട്ടിട്ടുണ്ട്. അത് സർവ മദ്യപാനികളും ഒരു വാക്ക് പറഞ്ഞാൽ മതി, മാതാവിനെ പോലെ ഭംഗിയുള്ളൊരു സിസ്റ്ററാണ്. ഏത് മദ്യപാനി, പുകവലി മദ്യപാനമൊക്കെ നിർത്താൻ നല്ലൊരു സിസ്റ്ററാണ്. നല്ല വചനം അറിയാവുന്ന സിസ്റ്റർ കൂടിയാ. അപ്പൊ എന്നോട് അവിടെ ചെല്ലാൻ പറഞ്ഞു, മാത്തച്ച ഈ വെള്ളം കൂടി നിർത്ത്, നീ ഒന്ന് പോവാ, നമുക്കൊരു ധ്യാനത്തിന് പോവാന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഞാൻ സിസ്റ്റർ ഒന്ന് കാണാൻ പോവാ. നീ നിന്റെ പേര് ഞാൻ പറയും, ഞാൻ പോയിട്ട് വരാം. നല്ല കാര്യം, പോയി സിസ്റ്റർ കാണണം. ഓക്കെ, പ്രാർത്ഥിക്കണം. എന്നോട് രണ്ടുപേരും ചെറുതടിക്കാൻ നിന്റെ തോമസ് നിനക്ക് ഇതുവരെ പ്രായമായിട്ട് മനസ്സിലായില്ലേ? എടാ, മദ്യം ഞാൻ ഒത്തിരി നീയൊക്കെ നമ്മളൊക്കെ കഴിച്ചതല്ലേ, ഇനി നിർത്താതെ. ഞാനൊരു സിസ്റ്ററെ കണ്ടു. ആ സിസ്റ്റർ എന്നോട് പറഞ്ഞു, മോനെ മാത്തച്ച വെള്ളം കൂടി നിർത്ത. ഏത് സിസ്റ്റർ? നീ അറിയില്ലേ, നമ്മുടെ ചുണങ്ങമ്പേരിയിലെ റോസാരി. ഓ, ബഹുമാനപ്പെട്ട സിസ്റ്റർ, ഒരു മാതാവിനെ പോലെ നിന്നു എന്റെ മുമ്പിൽ. എന്തു പറഞ്ഞു? മദ്യം ഇത് വേണ്ട, നിർത്താൻ പറഞ്ഞു. എനിക്ക് ദേഷ്യം വന്നിട്ടും പാടില്ല. ഈ സിസ്റ്റർ അതൊന്ന് മാറിയിരിക്കുക, എനിക്ക് പറയാനും പറ്റില്ല. അപ്പൊ അതിന്റെ സിസ്റ്റർ പറഞ്ഞു, മോനോട് നിൽക്കുക, മദ്യം ഇനി കുടുംബത്തൊന്നും കൊണ്ടുപോകാൻ പറ്റുന്നില്ല. പിള്ളേർക്ക് എന്തൊരു വസ്ത്രമൊക്കെ മേടിച്ചു കൊടുക്കാൻ നിന്റെ കാശ് വേണ്ടേ, വീട് പണിയണ്ടേ? അപ്പൊ അതുകൊണ്ട് എനിക്ക് ആ സിസ്റ്റർ പറഞ്ഞപ്പോ ഞാൻ ഇങ്ങനെ ആലോചിച്ചു നോക്കപ്പോ ശരിയാണ്. എനിക്ക് വരൊരു 15 വർഷമായിട്ട് കൊണ്ടെടുക്കുന്ന ഈ വെളുത്തമുണ്ട്. ഒറ്റ കൊണ്ടുകൊണ്ട് പള്ളിയിൽ പോകാനും ടൗണിൽ പോകാനും വേലയ്ക്ക് പോകാനും എൻ്റെ അമ്മയും ഭാര്യയും വന്നിട്ട് അങ്ങ് അലക്കിയിടും, അത് ഉണക്കിയിടും, പിന്നെ എടുത്തു കൊടുക്കും. ഞാൻ പിന്നെ എനിക്ക് ഇഷ്ടംപോലെ തുണി വേണ്ടേ? അതുകൊണ്ട് ഈ എൻ്റെ കൂട്ടുകാരോട് തോന്നുന്നത് ഞാൻ പറയാം, നിനക്കൊക്കെ എന്ത് നല്ല മുണ്ട, കളറുള്ള മുണ്ട്. ഞാൻ ഈ ഒറ്റ മുണ്ട് കൊണ്ടാണ് പള്ളിയിൽ പോകുന്നത്. ആ സിസ്റ്റർ കാണുമ്പോൾ സിസ്റ്ററോട് എന്നോട് പറഞ്ഞപ്പോ പിന്നെ ഞാൻ ആലോചിച്ച് നോക്കിക്കൊണ്ടു, ശരിയാണ്. ഈ കരിങ്കല്ല് പണിയുന്ന
കൈയെല്ലാം പൊട്ടി തവിടെന്നറിയോ? ഈ വെള്ളം കുടിക്കാൻ വേണ്ടിയായിരുന്നു. 5 പൈസ കുടുംബത്തെ എത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഉപദേശിക്കുകയാണ്. ഉപദേശമല്ല, കേൾക്കാൻ പറ്റുമെങ്കിൽ കേൾക്കുക. ഞാൻ എന്തായാലും ഇതിൽ നിന്ന് മാറി മറ്റും നിർത്താൻ തീരുമാനിച്ചു. പിന്നെ ഇയാളോട് സംസാരിക്കുന്നതിൽ അർത്ഥമുണ്ടോ? ഒരർത്ഥമില്ല. നമുക്ക് വേറെ വഴി. ഞാൻ എന്റെ സിസ്റ്റർ പറഞ്ഞത് ഞാൻ കേൾക്കുകയും ചെയ്യും. ഓക്കെ. ഇപ്പോ മാത്തച്ഛൻ മദ്യപാനം നിർത്തിക്കൊണ്ട് എന്താണ് അയാൾക്കടെ കുടുംബത്തില് ഭയങ്കര സന്തോഷമാണ്. ആ പിള്ളേരൊക്കെ കാണണം, എന്തൊരു പുഞ്ചിരി, ആ റോസാപ്പൂ പോലെ പുഞ്ചിരിച്ചോണ്ടിരിക്കുക. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കും, ഇത് എന്താ ഈ പിള്ളേരിങ്ങനെ ചിരിക്കണത്? അപ്പൊ ഞാനിങ്ങനെ മാത്തച്ഛനെ കണ്ടു. മാത്തച്ഛനോട് ചോദിച്ചു, എന്താ മാത്തച്ഛൻ സംഭവം? ഞാൻ മദ്യപാനം നിർത്തി, എന്റെ കയ്യിൽ കാശുണ്ട്, ഞാൻ എല്ലാ ദിവസവും പണിക്ക് പോകുന്നുണ്ട്, ഈ കാശ് കൊണ്ട് ഞാൻ സന്തോഷമായിട്ട് ജീവിക്കുന്നു, എന്താ കാരണം എന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇയാൾ എന്നോട് പറഞ്ഞേ, ഈ ചുണങ്ങമ്പേലി മഠം ഉണ്ടല്ലോ, ഈ കോഴിപ്പള്ളിയിലെ ചുണങ്ങമ്പേലി മഠം, ഈ ചുണങ്ങമ്പേലി മഠത്തിലെ ഒരു സിസ്റ്റർ ഉണ്ട്, സിസ്റ്റർ റോസാരിയോ. ചോദിച്ചേട്ടാ, ഞാൻ ഈ സിസ്റ്ററിനെ ഞാൻ കേട്ടിട്ടുണ്ട്. ഈ നമ്മുടെ കൂട്ടത്തിലുള്ളവന്മാരെ മുഴുവൻ കുറച്ചുപേരെ നേർവഴിക്ക് നടത്തിയത് ഈ സിസ്റ്ററാ. ഞാൻ ആ സിസ്റ്ററിനെ കണ്ണിപ്പെടാതെ നടക്കുക, കണ്ടു കഴിഞ്ഞാൽ എന്റെ കാര്യവും കട്ടാപ്പോകയാ. അതെ, ഈ സിസ്റ്റർ റോസാരിയ വന്നിട്ടുണ്ടെങ്കിൽ മിക്കവാറും ഞായറാഴ്ച ദിവസങ്ങളിൽ ഉച്ച കഴിഞ്ഞ് ഇറങ്ങും. ഉച്ച കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മളെയും ഈ മദ്യം കഴിക്കുന്ന ആൾക്കാരെല്ലാം കണ്ടം വഴി അങ്ങ് ഓടും. അതെ, ഞാൻ ഓടിയിട്ടുണ്ടെന്നേ. അതെ, ഓടും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കൈ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നിർത്തിക്കും. പക്ഷെ എനിക്ക് ഇപ്പൊ തോന്നണം എന്താ പറയുക, എനിക്ക് ഈ മദ്യപാനം നിർത്തണം എന്നെനിക്ക് തോന്നുവാണ്. എൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ, എൻ്റെ ശരീരത്തിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ, എനിക്ക് എന്തൊക്കെയോ ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷെ അതൊക്കെ ഈ മദ്യപാനം കൊണ്ടുണ്ടായതെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഈ മദ്യപാനം നിർത്തണം എന്ന് എനിക്ക് തോന്നുന്നു. 4-5 പ്രാവശ്യം എൻ്റെ അടുത്ത് പറഞ്ഞു നിർത്തണമെന്ന്. ഞാൻ നിർത്തിയില്ല. പക്ഷെ എനിക്കിപ്പോ തോന്നുന്നു നിർത്തണം. അതുകൊണ്ട് ഞാനും ഈ മദ്യപാനം നിർത്താൻ തീരുമാനിക്കുന്നു. അപ്പോ റോസാരിയമ്മ പറഞ്ഞ എവിടെയാണെങ്കിലും ഞാൻ പോയി മദ്യം നിർത്താൻ തയ്യാറാണ്. അതിനുവേണ്ടി ഞാൻ നാളെ പോവാ, റോസാരിയമ്മയെ കാണാൻ പോവാണ്. ചോദിച്ചേട്ടാ, ഇപ്പം ജോയിച്ചേട്ടന് നിർത്തി, മറ്റുള്ളവരെല്ലാം നിർത്തി നേർവഴിക്ക് പോയി, പിന്നെ ഞാനായിട്ട് പിന്നെ ഇതിന് കൊണ്ടു നടക്കേണ്ട ആവശ്യമുണ്ടോ? ഞാൻ നിർത്തിയേക്കാം. വീട് എവിടെയാ? വീട് കോതമംഗലത്തിനടുത്ത് കോഴിപ്പള്ളിയാ. ഇവിടെ എങ്ങനെ എത്തിച്ചേർന്നേ? ഇവിടെ വന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചുണങ്ങമ്പേലി മഠം ഉണ്ട് അവിടെ കോഴിപ്പള്ളി. ചുണങ്ങമ്പേലി മഠം, അവരുടെ ഏതാണ്ടൊക്കെ പേരൊക്കെ ഉണ്ട്, എനിക്കതൊന്നും അറിയില്ല. പക്ഷെ അവരുടെ അവിടുത്തെ ഒരു അമ്മയുണ്ട്, റോസാരി അമ്മ. ഈ റോസാരി അമ്മ ഈ മദ്യം കഴിക്കുന്ന ആൾക്കാരെ ഇങ്ങനെ നിർത്തിക്കാനായിട്ട് കൊണ്ടുപോകുന്ന അവിടെ നിന്ന് അങ്ങനെ കുറെ പേരെ കൊണ്ടുപോയി, അവരൊക്കെ നന്നായി, അവർ വലിയ കാശുകാരായി, അവർ വലിയ സന്തോഷമായിട്ട് ജീവിക്കുന്നു. അപ്പൊ എനിക്ക് സന്തോഷമായിട്ട് ജീവിക്കണമെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ വന്നതാ. 2 റൂം ഇതാണോ? അപ്പൊ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പുറത്തേക്ക് പോണേ കുഴപ്പമില്ലല്ലോ. ആലോചിക്കാം. അല്ല, ആലോചിക്കണം. ആലോചിക്കണം. താനും വന്നോ? ഞാൻ മാത്രം അവിടെ നിന്നിട്ടായി. കഴിച്ചോ?
കഴിക്കണമെന്നുണ്ട്. ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ സമ്മതിക്കില്ല. പക്ഷെ എന്തെങ്കിലും കിട്ടണം. ഇവിടെ വഴിയുണ്ടോ? നമുക്ക് പോയാലോ? ഒന്ന് നോക്കാം, നമുക്ക് ഇവിടെ നിന്ന് നോക്കാം. ഹ